ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാളാണ് നോവ സദോയ്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച ഭൂരിഭാഗം മത്സരങ്ങളിലും നോവയുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയും. ആകെ 12 ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ 7 ഗോളുകളും 5 അസിസ്റ്റുകളും അടങ്ങുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് ചില വിമർശനങ്ങൾ നോവയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. പ്രധാനമായും 2 ആരോപണങ്ങളാണ് ആരാധകർ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്നത്. നോവ ഒരൽപ്പം സെൽഫിഷാണ്, സഹതാരങ്ങൾക്ക് പാസ് നൽകാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമായി കൊണ്ട് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ നോവയുടെ ആ ഒരു കളിശൈലി അത് ടീമിന്റെ ബാലൻസ് തെറ്റിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും വളരെ ശക്തമായി ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പുതിയ അഭിമുഖത്തിൽ തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നോവ സംസാരിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ സഹതാരങ്ങളെ സാധ്യമാകുന്ന അത്രയും മികച്ച രൂപത്തിൽ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് നോവ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എല്ലാ മത്സരങ്ങളെയും ഒരുപോലെയാണ് പരിഗണിക്കാറുള്ളത്. നല്ല രൂപത്തിൽ മത്സരത്തിലേക്ക് എത്തുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, എനിക്ക് സാധ്യമാകുന്ന അത്രയും മികച്ച രൂപത്തിൽ ടീമിനെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ഗോളുകൾ നേടുക, താരങ്ങൾക്ക് അസിസ്റ്റ് നൽകുക എന്നതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ആക്രമണത്തിലും പ്രതിരോധത്തിലും എൻ്റെ സഹതാരങ്ങളെ സഹായിക്കുകയാണ് ഞാൻ ലക്ഷ്യം വെക്കാറുള്ളത്. ഇതാണ് നോവ സദോയ് പറഞ്ഞിട്ടുള്ളത്. അതായത് പരമാവധി ടീമിനെ സഹായിക്കുക, സഹതാരങ്ങളെ സഹായിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ അദ്ദേഹം സെൽഫിഷ് ഒന്നുമല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരം തന്നെയാണ് നോവ. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അദ്ദേഹം മറികടക്കേണ്ടതുണ്ട്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ അവിടെ ഒരു അത്ഭുതം പിറക്കേണ്ടതുണ്ട്. 6 മത്സരങ്ങളാണ് ക്ലബിന് അവശേഷിക്കുന്നത്. അതിൽ 5 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.